ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെയാണ്: 6 പേർ 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. 6 പേർ 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു എങ്കിൽ 8 പേർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? എങ്കിൽ 8 പേർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? 6 പേർ 12 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നുവെങ്കിൽ 8 പേർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? പലർക്കും അറിയാം ഇത് ചെയ്യാൻ. ഞാനൊന്ന് പറയുന്നത് ശ്രദ്ധിക്കട്ടോ. 6 പേർക്ക് 12 ദിവസം, 8 പേർക്ക് എത്ര ദിവസം? അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങളിൽ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ആദ്യത്തേത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 6 പേർ 12 ദിവസം, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ 8 പേർക്ക് എത്ര ദിവസം? അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലെ ആളുകളുടെ എണ്ണം 6 ആണ്. നമുക്കത് തൽക്കാലം നമ്പർ ഓഫ് പേഴ്സൺസ് n1 എന്ന് കൊടുക്കാം. അവർക്ക് വേണ്ട ദിവസങ്ങളുടെ എണ്ണം 12. ഇത് d1 ആയിട്ട് കൊടുക്കാം. 8 പേർക്ക് എത്ര ദിവസം? അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലെ ആളുകളുടെ എണ്ണം നമുക്ക് n2 ആയിട്ട് പരിഗണിക്കാം. അത് 8 ആണ്. നമുക്ക് ഇവിടെ വേണ്ട ദിവസങ്ങളുടെ എണ്ണം കാണണം, അല്ലെ? d2 കാണണം. അപ്പോ ഒരു സ്റ്റേറ്റ്മെന്റില് ആളുകളുടെ എണ്ണവും അവർക്ക് വേണ്ട ദിവസങ്ങളുടെ എണ്ണവും അത് മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് പഠിക്കേണ്ട റിലേഷൻ ആണ് n1 b1 n2 b2 ആയിരിക്കും. ഇവർ ചെയ്യുന്ന ജോലിയുടെ അതേ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും ഇവർക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റി ഈക്വൽ ആണെന്ന് പറഞ്ഞത്. n1 d1 n2 d2 എന്ന റിലേഷന്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ 9ാമത്തെ മോഡൽ ചോദ്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ n1 എന്നും d1 എന്നും വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട മാർഗം എങ്ങനെയാണ്? ആളുകളുടെ എണ്ണമാണോ ദിവസങ്ങളുടെ എണ്ണമാണോ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലെ ആളുകളുടെ എണ്ണവും ദിവസങ്ങളുടെ എണ്ണവും പരസ്പരം കുറിച്ച് വയ്ക്കുക. 6 × 12 കുറിച്ച് വയ്ക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണോ കാണേണ്ടത് അത് എന്ത് തന്നെയായാലും തന്നിരിക്കുന്നത് എന്താ? 8 ആളുകളുടെ എണ്ണമാണ്. അതങ്ങ് താഴെ കൊടുത്താൽ മതി. അപ്പൊ n1 d1 n2 കണ്ടാൽ d2 കാണും. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കുറിച്ച് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി താഴെ കൊടുത്താൽ എന്താണോ PSC ചോദിച്ചത് അതിന്റെ ഉത്തരം കിട്ടും. അപ്പൊ ഇതൊന്ന് ലഘൂകരിച്ച് നോക്കാം. 6 × 18 12/8 അല്ലേ? 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 3 തവണ, ഇവിടെ 4 തവണ. ഈ 4 12 കട്ട് ചെയ്താലോ 3 തവണ. 3 × 3 9. അപ്പൊ 9 ഉത്തരം കിട്ടി. ഇനി നിങ്ങൾ നോക്കുക, ഇത് ആളുകളുടെ എണ്ണാണോ ദിവസങ്ങളുടെ എണ്ണാണോ? എത്ര ദിവസം തന്നെ? അതുകൊണ്ട് ആൻസർ എത്രയാണ്? 9 ദിവസം. സിമ്പിൾ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നേരിട്ട് അങ്ങ് കുറിച്ച് മുകളിൽ എഴുതുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന വില താഴെ കൊടുക്കുക, ഹരിക്കുക, ഉത്തരം എഴുതുക. 9 ദിവസം. സിമ്പിൾ ആണ്. n1 d1 n2 d2 ആണ് അതിന്റെ ആപ്ലിക്കേഷൻ. ചില ചോദ്യങ്ങളിൽ ചിലപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടി വരും കേട്ടോ. ഞാൻ ഇനി പറയാൻ പോകുന്ന അത്തരത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇങ്ങനെയാണ്: 6 × 12 ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തന്നത് ആളുകളുടെ എണ്ണം, അത് ഞാൻ താഴെ കൊടുത്തപ്പോൾ ദിവസങ്ങളുടെ എണ്ണം കിട്ടി. ഇനി ദിവസങ്ങളുടെ എണ്ണമാണ് തന്നത്, പകരം ആളുകളുടെ എണ്ണം ചോദിച്ചാലും വ്യത്യാസമൊന്നുമില്ല. തന്നിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം ഇതിപ്പോ 8 ദിവസമാക്കിയാൽ 8 ദിവസം അതിന് എത്ര ആള് നാക്കിയാൽ ആ ദിവസം താഴെ കൊടുക്കുക. കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ആളുകളുടെ എണ്ണമായിരിക്കും. അതുകൊണ്ട് പേടിക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന ആ വാല്യൂ താഴെ കൊടുക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: 14 പേർ 20 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. 14 പേർ 20 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു എങ്കിൽ ആ ജോലി 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര പേർ കൂടുതൽ വേണം? എങ്കിൽ ആ ജോലി 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര പേർ കൂടുതൽ വേണം? അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലെ ആളുകളുടെ എണ്ണവും ദിവസങ്ങളുടെ എണ്ണവും മാത്രമേ ഉള്ളൂ. സോ ഇത് n1 d1 n2 d2 എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ റിലേഷന്റെ ആപ്ലിക്കേഷൻ ആണ്. ഒന്ന് ആളുകളുടെ എണ്ണം എങ്ങനെയാണ്? 14 പേർ, അവർക്ക് 20 ദിവസം. ഇനി 7 ദിവസമാണ്. 7 ദിവസം. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ എങ്ങനെയാ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന വിലകൾ നേരിട്ട് അങ്ങ് ഗുണിച്ചു. എത്രയാണ്? 14 × 20. താഴെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി, ഇവിടെ ദിവസങ്ങളുടെ എണ്ണമാണ്, അത് താഴെ അങ്ങ് കൊടുക്കുക. 7 14 പൂർണ്ണമായിട്ട് 2 തവണ പോകും. 2 × 20 ഗുണിച്ചാലോ 40 ആണ്. അപ്പൊ 7 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേര് വേണം? 40 പേർ വേണം. പക്ഷെ ഇതാണോ ഇതിന്റെ ഉത്തരം? 7 ദിവസം കൊണ്ട് തീർക്കാൻ, ആ ജോലി 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര പേർ കൂടുതൽ എന്ന വാക്കാണ് ഇവിടെ ഉള്ളത്. എത്ര പേർ വേണമെന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം 40 ആണ്. 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ 40 പേർ വേണം. പക്ഷെ അതല്ല ചോദ്യം. എത്ര പേർ അധികം വേണം, എക്സ്ട്രാ വേണ്ട ആളുകളുടെ എണ്ണമാണ്. ഇപ്പൊ ആദ്യത്തെ കേസിൽ 14 ആളുകളാണുള്ളത്, രണ്ടാമത്തെ കേസിൽ 40 ആളുകളാണുള്ളത്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് എത്ര പേര് വേണം? 14നേക്കാളും എത്ര കൂടുതലാണ് 40? അതല്ലേ ചോദ്യം. എത്ര പേർ വേണമെന്ന് ചോദിച്ചാൽ 40 പേർ വേണം. എത്ര പേർ അധികം വേണമെന്ന് ചോദിച്ചാലോ ആളുകളുടെ എണ്ണം തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ പോലെ 40 -
14. എത്ര കിട്ടും? 26. അപ്പൊ 26 അധികം ആളുകൾ അധികം വേണം. അതാണ് ഉത്തരം കേട്ടോ. 26 ആളുകൾ കൂടുതൽ വേണം. ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ഈ കൂടുതൽ എന്നുള്ള വാക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉത്തരം 40 പേർ മതി. എത്ര പേർ കൂടുതൽ വേണം എന്ന് ചോദിച്ചാൽ 26 ആളുകൾ കൂടുതൽ വേണം. അങ്ങനെ ചെറിയ ട്വിസ്റ്റ് ഒക്കെ ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. എത്ര ദിവസം വേണമെന്ന് ചോദിച്ചാൽ ആ ദിവസം എഴുതാം. എത്ര ദിവസം അധികം വേണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ദിവസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാം. എത്ര ആളുകൾ വേണമെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം എഴുതാം. എത്ര ആളുകൾ കൂടുതൽ വേണമെന്ന് ചോദിച്ചാൽ അവിടെ ശ്രദ്ധിക്കണം ആ ആളുകൾ തമ്മിലുള്ള വ്യത്യാസം. കുറവെന്ന് വന്നാലും ആ രീതിയിൽ തന്നെ വ്യത്യാസം കാണാം കേട്ടോ. നമ്മുടെ അടുത്ത ചോദ്യമാണ്, അടുത്ത മോഡലാണ്, 10ാമത്തെ മോഡലാണ്, ടൈപ്പ് 10 ആണ്. ചോദ്യം എഴുതിക്കോളൂ. 30 പേർ ദിവസേന 8 മണിക്കൂർ ജോലി ചെയ്താൽ 30 പേർ ദിവസേന 8 മണിക്കൂർ ജോലി ചെയ്താൽ 12 ദിവസം കൊണ്ട് ഒരു ജോലി തീരും. 30 പേർ ദിവസേന 8 മണിക്കൂർ ജോലി ചെയ്താൽ 12 ദിവസം കൊണ്ട് ഒരു ജോലി തീരും. ദിവസേന 10 മണിക്കൂർ ജോലി ചെയ്ത് 24 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ, ദിവസേന 10 മണിക്കൂർ ജോലി ചെയ്ത് 24 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ എത്ര ആളുകൾ വേണം? ദിവസേന 10 മണിക്കൂർ ജോലി ചെയ്ത് 24 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ എത്ര ആളുകൾ വേണം? ഇതാണ് ചോദ്യം. അപ്പൊ സ്റ്റേറ്റ്മെന്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എഴുതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലെ ആളുകളുടെ എണ്ണം 30. നമുക്ക് എൺപത് തന്നെ കൊടുക്കാം. എൺപത് 30 നമ്പർ ഓഫ് റീസൺസ് കൊടുത്തു. ദിവസങ്ങളുടെ എണ്ണം എത്രയാ? 12 ദിവസം അല്ലേ? നമുക്ക് D1 ആയിട്ട് 12 കൊടുക്കാം. പക്ഷെ ഇവിടെ ആളുകളുടെ എണ്ണവും ദിവസങ്ങളുടെ എണ്ണവും മാത്രമല്ല അത്. അവര് ഒരു ദിവസം ചെയ്യുന്ന സമയത്തിന്റെ ദൈർഘ്യം കൂടെ ഉണ്ട്, ടൈം കൂടെ ഉണ്ട്. അപ്പൊ T1 എന്ന് കൊടുക്കാം. എത്രയാണ്? 8 ആണ്. ഇനി ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുന്നത് ഇങ്ങനെയാണ്. ദിവസേന 10 മണിക്കൂറാണ്. ഈ 10 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ടൈം അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് T2 എന്ന് കൊടുക്കാം. 10 24 ദിവസമാണ്. ദിവസത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ D ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് D2 24 കാണേണ്ടത്. അതിന് എത്ര ആളുകൾ വേണം? അപ്പോ ആദ്യത്തെ കണ്ടീഷനിൽ N1 D1 N2 D2 ആയിരുന്നു. അവിടെ ആളുകളുടെ എണ്ണവും അവർക്ക് വേണ്ട ദിവസങ്ങളുടെ എണ്ണവും മാത്രമാണുള്ളത്. പക്ഷെ ഇവിടെ ആളുകളുടെ എണ്ണവും അവർക്ക് വേണ്ട ദിവസങ്ങളുടെ എണ്ണവും കൂടാതെ ചെയ്യുന്ന സമയത്തിന്റെ ദൈർഘ്യം കൂടെയുണ്ട്. അപ്പൊ N1 D1 T1 N2 D2 T2 അതൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പരിഗണിക്കുന്ന റിലേഷൻ എങ്ങനെയാണ്? നിങ്ങൾക്കറിയാം. N1 D1 T1 സമം N2 D2 T2. ഈ രീതിയിൽ ചോദ്യങ്ങളെ കാറ്റഗറൈസ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. ആളുകളുടെ എണ്ണവും ദിവസങ്ങളുടെ എണ്ണവും മാത്രമാണെങ്കിൽ N1 D1 സമം N2 D2. ആളുകളുടെ എണ്ണവും ദിവസങ്ങളുടെ എണ്ണവും സമയത്തിന്റെ എണ്ണവും തന്നാൽ N1 D1 T1 സമം N2 D2 T2. ഇനി ഇതിലെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണ് കാണേണ്ടത് എന്ന് നോക്കണ്ട. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എത്രയാണോ എന്താണോ അത് നേരിട്ട് അങ്ങ് കുടിക്കാം. 30 12 8 അങ്ങ് കുടിക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികൾ അതേപടി താഴേക്ക് കൊടുക്കുക. 10 24 തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികൾ 10 × 24 അങ്ങ് കൊടുക്കുക. എന്നിട്ട് സോൾവ് ചെയ്യാം. 0 0 ഞാൻ വെട്ടി. 12 24 2 തവണയാണ് പോകുന്നത്. 2 8 4 തവണയാണ് പോകുന്നത്. 3 × 4 ഗുണിച്ചാൽ 12 ആണ് ഉത്തരം. എന്താണ് ഉത്തരം എന്ന് നോക്കിയാൽ മതി. N2 ആണ് കാണേണ്ടത്. അപ്പൊ N2 12. N2 എന്ന് പറഞ്ഞ ആളുകളുടെ എണ്ണമല്ലേ? അവിടുന്ന് നോക്കിയാൽ മതി. ആളുകളുടെ എണ്ണമാണോ ദിവസത്തിന്റെ എണ്ണമാണോ അതോ സമയത്തിന്റെ ദൈർഘ്യമാണോ എന്ന് എന്തായാലും കിട്ടുന്ന ഉത്തരം അതാണെന്ന് പറയാം. അപ്പൊ 12 ആണ് കിട്ടിയത്. അതുകൊണ്ട് ആളുകളുടെ എണ്ണം എത്രയാണ്? 12 ആളുകൾ. ഈസി ആയത്. അപ്പൊ N1 D1 T1 സമം N2 D2 T2 ആ ഒരു റിലേഷൻ കൂടെ പഠിച്ചെടുക്കും കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നേരിട്ട് കുറിച്ചെടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്ന അല്ലെങ്കിൽ യഥാക്രമം താഴേക്ക് കൊടുക്കുക. കിട്ടുന്ന ഉത്തരമാണ് നമ്മുടെ ചോദ്യം. അത്രയും എത്ര ആളുകൾ വേണമെന്ന് ചോദിച്ചാൽ 12 ആളുകൾ. എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ 12 ദിവസം. എത്ര 12 മണിക്കൂർ. എത്ര ദിവസം വേണമെന്ന് ചോദിച്ചാൽ 12 ദിവസം. അത്രയും. ഇത് നമ്മുടെ 11ാമത്തെ മോഡൽ ചോദ്യമാണ്. 11ാമത്തെ മോഡൽ ചോദ്യവും റിലേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. റിലേഷനിൽ വ്യത്യാസം കാണാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 40 സ്ത്രീകൾ 40 ദിവസം കൊണ്ട് 40 കെട്ട് ഓല മെടയുന്നു. 40 സ്ത്രീകൾ 40 ദിവസം കൊണ്ട് 40 കെട്ട് ഓല മെടയുന്നു എങ്കിൽ 2 ദിവസം കൊണ്ട് 2 കെട്ട് ഓല മെടയാൻ എത്ര സ്ത്രീകൾ വേണം? എങ്കിൽ 2 ദിവസം കൊണ്ട് 2 കെട്ട് ഓല മെടയാൻ എത്ര സ്ത്രീകൾ വേണം? ഈ ചോദ്യം ആക്ച്വലി നിങ്ങൾക്കൊന്ന് അല്പം ലോജിക്കൽ ചിന്തിച്ചാൽ തന്നെ ഉത്തരം കിട്ടുന്നതാണ്. അങ്ങനെ ലോജിക്കൽ ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾ മാത്രം എന്ത് ചെയ്യുക? ഞാൻ പറയാൻ പോകുന്ന റിലേഷൻ പഠിപ്പിക്കും കേട്ടോ. ചെറിയ വ്യത്യാസമുള്ളൊരു റിലേഷൻ ആണ്, ശ്രദ്ധിക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സ്ത്രീകളുടെ എണ്ണം അതായത് ആളുകളുടെ എണ്ണം 40 ആണ്. അപ്പൊ നമുക്ക് N1 എന്ന് കൊടുക്കാം. എത്രയാണ്? 40. 40 ദിവസം എന്ന് പറയുന്നു. അപ്പൊ D1 എത്രയാണ്? 40 ആണ്. 40 കെട്ട് ഓല മെടയുന്നു. ഈ 40 കെട്ട് എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത വർക്കിന്റെ എണ്ണമല്ലേ?
അവർ ചെയ്ത വർക്ക്, ക്വാണ്ടിറ്റി ഓഫ് വർക്ക് അല്ലേ, അവർ ചെയ്ത ജോലിയുടെ എണ്ണമാണ് 40 കെട്ട് ഓല അവർ മെടഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ജോലി വർക്കാണ് എത്ര 40. അപ്പൊ നമുക്ക് W വേണം, വർക്കായിട്ട് കൊടുത്തു എത്രയാണ് 40. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ വന്നോട്ടെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ദിവസം എന്ന് പറഞ്ഞാൽ അത് D2 ആണ്. 2 കെട്ട് ഓല അവർ ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് വർക്കാണ് എത്ര 2 കെട്ട്. അപ്പൊ W2 എത്രയാണ് 2 ആണ്. അത് 2 ആണ്. അതിനെത്ര സ്ത്രീകൾ വേണമെന്നല്ലേ, N2 ആണ് നിങ്ങൾ കാണേണ്ടത് അല്ലെ, N2 ആണ് കാണേണ്ടത്. അപ്പൊ ആക്ച്വലി ഇത് ചിന്തിച്ചാൽ മതി. ചിന്തിക്കുന്നത് എങ്ങനെയാ, 40 സ്ത്രീകൾ 40 ദിവസം കൊണ്ട് 40 കെട്ട് ഓല. 40 സ്ത്രീകൾക്ക് 40 കെട്ട് ഓല എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് 1 കെട്ട് ഓല അല്ലേ അർത്ഥം. 40 സ്ത്രീകൾ ഓരോ ദിവസം, ഒരാൾ ഇന്ന് ചെയ്തു അടുത്ത ആൾ നാളെ ചെയ്തു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. 40 സ്ത്രീകൾ ഒരുമിച്ച് അപ്പൊ ഓല മെടയാ. അതിന് 40 ദിവസം എടുത്തു എന്ന് പറഞ്ഞാൽ 40 സ്ത്രീകൾക്ക് നമ്മൾ 40 കെട്ട് കൊടുത്താൽ ഒരു സ്ത്രീ 1 കെട്ടേ മെടയൂ അല്ലെ. ആ 1 കെട്ട് മെടയാനാണ് എത്ര ദിവസം, 40 ദിവസം. അപ്പൊ ഒരു സ്ത്രീക്ക് 1 കെട്ട് ഓല മെടയാൻ തന്നെ 40 ദിവസം വേണം. അപ്പൊ 2 ദിവസം കൊണ്ട് 2 സ്ത്രീകൾ 2 ദിവസം കൊണ്ട് 2 കെട്ട് ഓല മെടയാൻ എത്ര സ്ത്രീകൾ വേണം എന്നാണ് ഇവിടെ ചോദ്യം. എന്നാലും ശ്രദ്ധിക്കാം, ഞാൻ റിലേഷനാണ് പറയാൻ പോകുന്നത് കേട്ടോ. റിലേഷൻ ഇങ്ങനെയാണ്, N1 D1 by W1 is equal to N2 D2 divided by W2. നമുക്ക് ആ വില കൊടുത്തു നോക്കാം. N1 D1 by W1 എന്ന് പറഞ്ഞാൽ 40 into 40 into 40. ഇവിടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഓരോ വേരിയബിൾ നമ്മൾ അസൈൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. is equal to N2 D2 by W2. N2 നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് N2 തന്നെ എഴുതാം into B2 എത്രയാണ് 2 ആണ്. ഇവിടെ W2 എത്രയാണ് 2 ആണ്. ഇത് ലഘൂകരിച്ച ആൻസർ ആയി. ഞാൻ ഈ രണ്ടും തന്നെ കിട്ടി കേട്ടോ. ഈ 40 വെട്ടി, ഇത്രയേ ഉള്ളൂ. ആൻസർ കിട്ടി എത്രയാ, N2 is equal to 40. അപ്പൊ 2 സ്ത്രീകൾ 2 ദിവസം കൊണ്ട് 2 കെട്ട് ഓല മെടയാൻ എത്ര സ്ത്രീകൾ വേണം, 40 സ്ത്രീകൾ വേണം. സോ നമ്മുടെ ആൻസർ കിട്ടി എത്രയാണ്, 40 ചിന്തിക്കുമ്പോൾ അല്പം കോംപ്ലിക്കേഷൻ തോന്നും, പക്ഷേ ആൻസർ എത്രയാണ് 40 തന്നെയാണ്. ശ്രദ്ധിക്കാം, 40 സ്ത്രീകൾ 40 ദിവസം കൊണ്ട് 40 കെട്ട് ഓല മെടയുന്നു. അപ്പോ 2 ഓല കെട്ട് മെടയാൻ 2 ദിവസം കൊണ്ട് 40 സ്ത്രീകൾ നിർബന്ധമാണ്. ശ്രദ്ധിക്കണം, നമുക്ക് ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. 100 പൂച്ചകൾക്ക് 100 എലിയെ തിന്നാൻ 100 ദിവസം വേണമെങ്കിൽ, 100 പൂച്ചകൾക്ക് 100 എലിയെ തിന്നാൻ 100 ദിവസം വേണമെങ്കിൽ ഒരു പൂച്ചയ്ക്ക് 1 എലിയെ തിന്നാൻ എത്ര ദിവസം വേണമെങ്കിൽ ഒരു പൂച്ചയ്ക്ക് 1 എലിയെ തിന്നാൻ എത്ര ദിവസം വേണം. 100 പൂച്ചകൾക്ക് 100 എലിയെ തിന്നാൻ 100 ദിവസം വേണമെങ്കിൽ ഒരു പൂച്ചയ്ക്ക് 1 എലിയെ തിന്നാൻ എത്ര ദിവസം വേണം. ചോദ്യം എങ്ങനെയാണ്. അപ്പോ ഇത് അല്പം ലോജിക്കൽ ചിന്തിച്ചാൽ ഒരു റിലേഷൻ വേണ്ട, ആൻസർ കിട്ടി. 100 പൂച്ചയ്ക്ക് 100 എലിയെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചയ്ക്ക് 1 എലിയെ കിട്ടുള്ളൂ. അത് തന്നെ എത്ര ദിവസം വേണം, 100 ദിവസം. 100 പൂച്ചയില് ഒരു പൂച്ച തിന്ന് കഴിഞ്ഞിട്ടാണ് അടുത്ത പൂച്ച തിന്നുന്നത്, അങ്ങനെയൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉത്തരം ഒന്നാം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, 100 പൂച്ചകൾക്ക് 100 എലിയെ തിന്നാൻ 100 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പൂച്ച 1 എലിയെ തന്നെയാണ് തിന്നാൻ. അതിനാണ് എത്ര ദിവസം, 100 ദിവസം. നമുക്ക് ആദ്യം തന്നെ ആൻസർ കിട്ടി എത്ര ദിവസം, 100 ദിവസമാണ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ റിലേഷൻ പറയുന്നത്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലെ പൂച്ചകളുടെ എണ്ണം 100, അവർക്ക് വേണ്ട ദിവസത്തിന്റെ എണ്ണം 100, അവർ ചെയ്ത പ്രവൃത്തി എന്നാൽ എലിയെ തിന്നാന്നുള്ളതാണ്. എത്ര തിന്നു, 100 തിന്നു. അപ്പൊ ക്വാളിറ്റി ഓഫ് വർക്ക് 100 ആണ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒരു പൂച്ച, ദാറ്റ് ഈസ് N2, ദാറ്റ് ഈസ് 1, ഒരു എലിയെ തിന്നു. അതായത് ദിവസത്തിന് എണ്ണല്ല, ഒരു വർക്കാണ് അല്ലെ 1. കാണേണ്ടത് D2 ആണ്. അപ്പൊ നമുക്കത് കണ്ടു നോക്കാം അല്ലെ. എങ്ങനെയൊക്കെയാണ് കാണുന്നത്, N1 D1 by W1, ദാറ്റ് ഈസ് 100 into 100 by 100 is equal to N2 B2 അറിയൂല by W2 ആണ് കേട്ടോ. ഇനി ഇത് സോൾവ് ചെയ്യാം. W2 എത്രയാണ്, 1 ആണ്. സോറി, W2 1 ആണ്. അപ്പൊ നമുക്ക് ഈ 1 ക്യാൻസൽ ചെയ്യാം, 100 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് B2 is equal to 100. നേരത്തെ പറഞ്ഞ അതേ ആൻസർ കിട്ടി. ഒരു പൂജയ്ക്ക് 1 എലിയെ തിന്നാൻ തന്നെ എത്ര ദിവസം വേണം, 100 ദിവസം വേണം എന്നാണ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ അർത്ഥം. ആണ് ചോദ്യം. ശ്രദ്ധിക്കാം. ഇത് നമ്മുടെ 12ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. ഇതാണ് നമ്മുടെ ടൈപ്പ് വർക്കിൽ നമ്മുടെ അവസാനത്തെ ടൈപ്പായിട്ട് പരിഗണിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് മോഡൽ ക്വസ്റ്റൻ ആണ്. ഇതും ഒരു റിലേഷൻ ക്വസ്റ്റൻ ആണ്. ഇങ്ങനെയാണ്, 18 ആളുകൾ ദിവസേന 5 മണിക്കൂർ ജോലി ചെയ്താൽ, 18 ആളുകൾ ദിവസേന 5 മണിക്കൂർ ജോലി ചെയ്താൽ 15 ദിവസം കൊണ്ട്, ദിവസേന 5 മണിക്കൂർ ജോലി ചെയ്താൽ 15 ദിവസം കൊണ്ട് 90 മരങ്ങൾ മുറിക്കുമെങ്കിൽ, ഇവിടെ പറയണ 18 ആളുകൾ ദിവസേന 5 മണിക്കൂർ ജോലി ചെയ്താൽ 15 ദിവസം കൊണ്ട് 90 മരങ്ങൾ മുറിക്കുമെങ്കിൽ 15 ആളുകൾ
ദിവസേന 6 മണിക്കൂർ വെച്ച് 15 ആളുകൾ ദിവസേന 6 മണിക്കൂർ വെച്ച് 18 ദിവസം കൊണ്ട് ദിവസേന 6 മണിക്കൂർ വെച്ച് 18 ദിവസം കൊണ്ട് എത്ര മരങ്ങൾ മുറിക്കും? 18 ദിവസം കൊണ്ട് എത്ര മരങ്ങൾ മുറിക്കും? അതാണ് ചോദ്യം. 18 ദിവസം കൊണ്ട് എത്ര മരങ്ങൾ മുറിക്കും? അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിലെ വേരിയബിൾസ് ഒന്ന് കണ്ടുപിടിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലെ ആളുകളുടെ എണ്ണം 18 എന്ന് പറഞ്ഞാൽ N1 ആണ് 18. ദിവസേന 5 മണിക്കൂർ സമയമാണ് 5 മണിക്കൂർ. D1 ആണ് എത്ര? 5. 15 ദിവസമാണ്. അപ്പൊ D1 ആണ് എത്ര? 15. 90 മരങ്ങൾ, അതായത് 90 ജോലി ചെയ്തു. ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ആണ് എത്ര? 90. W1 ഇവിടെ എത്രയാണ്? 90. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 15 ആളുകൾ എന്ന് പറഞ്ഞാൽ N2 15. ദിവസേന 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ P2 6. 18 ദിവസം എന്ന് പറഞ്ഞാൽ B2 18. എത്ര മരങ്ങൾ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് എത്ര? അതല്ലേ ചോദ്യം. അപ്പൊ N1 ഉം D1 ഉം T1 ഉം W1 ഉം എല്ലാം കൂടെ ഉൾപ്പെടുന്ന റിലേഷൻ ആണ് പറയാൻ പോകുന്നത്. അത് കാണുമ്പോൾ കുറച്ച് ഭീകരത തോന്നും, പക്ഷെ ചെയ്യുമ്പോൾ കേട്ടോ ഇങ്ങനെയാണ്. N1 D1 T1 W1 divided by W1. N1 D1 T1 by W1 is equal to N2 B2 T2 divided by W2. ആ റിലേഷൻ കൂടെ അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. N1 D1 T1 by W1 is equal to N2 D2 D2 by W2. ഇവിടെയും നിങ്ങൾ വേരിയബിൾസിന് വില കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ. മാറിക്കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോ. അപ്പൊ ഞാൻ ചെയ്യാണ് N1 18 D1 15 T1 5 divided by W1 90. ഫസ്റ്റ് റിലേഷനിൽ തന്നിരിക്കുന്ന വിലകളെല്ലാം നമ്മൾ നൽകി കഴിഞ്ഞു. സെക്കൻഡ് റിലേഷനിൽ N2 15 B2 18 T2 6 W2 അറിഞ്ഞൂടാ ആയിട്ട് അതുപോലെ കൊടുത്തു. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഈ സോൾവ് ചെയ്യുമ്പോൾ എളുപ്പമാണ് ഞാൻ പറയാം. സമത്തിന്റെ ഈ സമം ഈക്വൽ എന്ന് പറയുന്ന ചിഹ്നത്തിന്റെ രണ്ട് സൈഡിലും ഒരേ പൊസിഷനിൽ ഒരേ സംഖ്യകൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് സംഖ്യകൾ വീട്ടി ഒഴിവാക്കാം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിലാണ് 18, ഇവിടെ ഈ മുകളിൽ 18 കാണാം. അങ്ങനെ കാണുന്നില്ല, അതങ്ങ് വേണ്ട, മൂല്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. അതുപോലെ ഇവിടെയും 15 കാണാം, ഇവിടെയും 15 കാണാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 15 പരസ്പരം ഒരേ പൊസിഷൻ ആവണം, അതാണ് ഇമ്പോർട്ടന്റ്. ഒരേ പൊസിഷൻ ആണെങ്കിൽ ഇങ്ങനെ വെട്ടി ഒഴിവാക്കാം. ഇനി 5 90 അതിനുള്ളിലേക്ക് വിരിക്കാം. 5 ഇവിടെ ഒരു തവണ, 90 5 എത്ര തവണയാണ് പോകുന്നത്? നന്നായിട്ട് ശ്രദ്ധിക്കണം. 90 5 പോകുന്നത് എത്ര തവണ? 18 തവണയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഘൂകരിച്ചാൽ 1/18 സമം 6/W2 എന്ന് കിട്ടും. ഇങ്ങനെയല്ലേ കിട്ടുന്നത്? 1/18 സമം 6/W2. ഈ രണ്ട് ഭിന്നസംഖ്യകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അറിയാത്തത് ശ്രദ്ധിക്കുക, ഇങ്ങനെ ഗുണിക്കുന്നതും ഇങ്ങനെ ഗുണിക്കുന്നതും ഒരേ ഉത്തരമായിരിക്കും. അപ്പൊ 1/W2 എന്ന് പറഞ്ഞാൽ അത് W2 തന്നെയാണ്. ഈസിക്കൽ ടു 6/18 ആണ്. 6/18 ആണ്. അപ്പൊ 18 ഇനി എന്താ പറയാ 6 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരമായി. 18 × 6 എത്രയാണ്? 6 48 108 ആണ് കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കുക. എത്ര മരങ്ങൾ മുറിക്കാം? 108 മരങ്ങൾ മുറിക്കാം. ഈ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഇങ്ങനെയാണ്, സമത്തിന്റെ രണ്ട് വശത്തും ഒരേ പൊസിഷനിൽ ഒരേ സംഖ്യകൾ ഉണ്ടെങ്കിൽ ആദ്യം നിന്ന് വെട്ടി കഴിഞ്ഞാൽ ഒരുപാട് സിമ്പിൾ ആയി. 18 തവണ അങ്ങനെ വെട്ടി, 15 തവണ അങ്ങനെ വെട്ടി, ഈ 5 90 18 തവണ 1/2 ഇവിടെ വന്നത് ഇവിടെ 6/W2. അത് ക്ലോസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 1/W2 W തന്നെ 6/18 നോക്കി. സോ ആൻസർ എത്രയാണ്? 108 മരങ്ങളാണ്. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിളോട് ചെയ്തു. അടുത്ത ചോദ്യവും ഈ മരങ്ങൾ മുറിക്കും. ഇതും പ്രീവിയസ് ആയി ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. മരങ്ങൾ മുറിക്കാൻ എത്ര മരങ്ങൾ മുറിക്കാനുള്ള ചോദ്യം തന്നെയാണ്. നിങ്ങൾ ആദ്യം കൺസ്യൂം ചെയ്ത് നോക്കണം. ചോദ്യം ഞാൻ വായിക്കാണ്. 16 ആളുകൾ ദിവസേന 9 മണിക്കൂർ ജോലി ചെയ്താൽ 16 ആളുകൾ ദിവസേന 9 മണിക്കൂർ ജോലി ചെയ്താൽ 24 ദിവസം കൊണ്ട് 72 മരങ്ങൾ മുറിക്കും. 24 ദിവസം കൊണ്ട് 72 മരങ്ങൾ മുറിക്കുമെങ്കിൽ 72 മരങ്ങൾ മുറിക്കുമെങ്കിൽ 12 ആളുകൾ ദിവസേന 8 മണിക്കൂർ വെച്ച് 12 ആളുകൾ ദിവസേന 8 മണിക്കൂർ വെച്ച് 16 ദിവസം കൊണ്ട് എത്ര മരങ്ങൾ മുറിക്കും? 16 ദിവസം കൊണ്ട് എത്ര മരങ്ങൾ മുറിക്കും? നമുക്ക് വേരിയബിൾസിന്റെ വില ഒന്ന് ആദ്യം എഴുതിയിരിക്കാം. 16 ആളുകൾ എന്ന് പറയുമ്പോൾ N1 16, ദിവസേന 9 മണിക്കൂർ എന്ന് പറയുമ്പോൾ T1 9, 24 ദിവസം എന്ന് പറയുമ്പോൾ B1 24, 72 മരങ്ങൾ എന്ന് പറയുമ്പോൾ W1 72. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ 12 ആളുകൾ എന്ന് പറയുമ്പോൾ N2 12, ദിവസേന 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ T2 8, 16 ദിവസം എന്ന് പറയുമ്പോൾ B2 16,
എത്ര മരങ്ങൾ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ആണ് കണ്ടുപിടിക്കുന്നത് W2 ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇനി വിലകളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. N1 D1 T1 എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു D1 24 T1 9 W1 72 ഈസിക്കൽ ടു N2 D2 T2 W1 അല്ലേ. N2 12 D2 16 T2 8 ഡിവൈഡഡ് ബൈ W2 അതാണ് കാണേണ്ടത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ സമത്തിന്റെ രണ്ട് ഭാഗത്തും ഒരേ പൊസിഷനിൽ വരുന്ന സംഖ്യകൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 16 ഇവിടെയുണ്ട്, 16 ഇവിടെയുണ്ട്. ഇനി നമുക്ക് അതുപോലെ നേരിട്ട് കട്ട് ചെയ്യാൻ സാധിക്കുന്ന സംഖ്യകളില്ല. പക്ഷെ വേണമെങ്കിൽ ലോജിക്കലി ഇനിയും നിങ്ങൾക്ക് വെട്ടാൻ സാധിക്കുന്ന സംഖ്യകളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവർക്കും അത് പ്രയാസം എളുപ്പമാണോ എന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമുക്ക് ഒന്ന് ലഘൂകരിക്കാം. ഞാൻ ഈ 9 24 അങ്ങനെ വിട്ടാണ് 8 തവണയാണ് പോകുന്നത്. 9 24 8 തവണ 8 9 24. ഈ 8 ആണെങ്കിൽ 24 എത്ര തവണ പോകും? 8 24 3 തവണയാണ് പോകുന്നത്. ശ്രദ്ധിക്കട്ടെ, എത്ര തവണ? 3 തവണ. അപ്പൊ ഇവിടെ ഇനി വന്നത് 3 മാത്രമാണ്. വേണമെങ്കിൽ 3/1 എന്ന് കൊടുത്തോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 12 ഇൻറ്റു 8 ഞാൻ 12 ഇൻറ്റു 8 തന്നെ എഴുതി. താഴെ ഈസിക്കൽ ടു W2 എഴുതി കേട്ടോ. ഇനി ക്രോസ് ആയിട്ട് നേരത്തെ ചെയ്തതുപോലെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വിളിക്കുന്നു. W2 ഇൻറ്റു 3 ഈസിക്കൽ ടു 1 ഇൻറ്റു 12 ഇൻറ്റു 8 ആണ്. ഇനി W2 എങ്ങനെയാണ് കാണാം? W2 കാണുന്ന മാർഗം ഇനി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഗുണിക്കണം 3 സമത്തിന്റെ മറുവശത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം അല്ലേ. അപ്പൊ 12 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 3 എന്നായി. ഈ ഒന്നിന് പ്രത്യേകിച്ച് അർത്ഥമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഒഴിവാക്കിയത് കേട്ടോ. 3 12 4 തവണ 4 ഇൻറ്റു 8 ഗുണിച്ചാലോ 32. അതായത് W2 32 എന്ന് പറഞ്ഞാൽ 32 മരങ്ങൾ ഗുണിക്കും. അതാണ് അർത്ഥം. ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ്. റിലേഷൻ എന്നാണ് N1 D1 T1 by W1 is equal to N2 D2 T2 by W2. അപ്പൊ നമ്മള് ഇപ്പൊ കഴിഞ്ഞ 4 മോഡൽ ചോദ്യങ്ങളിലും 4 ഇക്വേഷൻസ് പഠിച്ചു. അത് നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഏതൊക്കെയാണ്? N1 D1 സമം N2 D2, പിന്നെ N1 D1 T1 സമം N2 D2 T2, N1 D1 by W1 സമം N2 D2 by W2. അവസാനമായിട്ട് ഈ പഠിച്ച N1 D1 T1 by W1 is equal to N2 D2 T2 by W2. ആക്ച്വലി ശരിക്കും നിങ്ങൾ ഈ ഒരൊറ്റ റിലേഷൻ പഠിച്ചാൽ മതി. അവസാനം പഠിച്ച N1 D1 T1 by W1 is equal to N2 D2 T2 by W2. ഇത്ര ഇല്ലാത്തതനുസരിച്ച് ലഘൂകരിച്ച് വരാം. ഇവിടെ T1 ഇല്ലെങ്കിൽ T1 അങ്ങ് ഒഴിവാക്കി നോക്കിക്കേ. എന്ത് കിട്ടി? N1 D1 by W1 is equal to N2 D2 by W2. അത് മുകളിലെ റിലേഷൻ കിട്ടി. ഇനി ഇവിടെ ഈ W1 ഉം T1 ഉം ഇല്ലെങ്കിൽ ആദ്യത്തെ കിട്ടി. W1 ഒഴിവാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ കിട്ടി. അതായത് ശരിക്കും ലോജിക്കലി ഇത് പഠിച്ചാൽ തന്നെ എനിക്ക് ബാക്കിയുള്ള 3 റിലേഷൻസും മനസ്സിൽ നിൽക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ.